ബി.ജെ.പി. നേതാവ് വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് മുഖ്യമന്ത്രി അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാമെന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടായിരുന്നു. പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം ആ രീതിയിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു വാർത്തയെ ഏത് തരത്തിലാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നതിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രചരിപ്പിച്ച ഈ പച്ചക്കള്ളം എന്ന് പറയുന്നത്. ഷീജ തിരുവനന്തപുരത്തും ചേരുകയാണ്. ഷീജ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസായി മിന്നി പറഞ്ഞതാണ് വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് അഭിനന്ദിച്ചു എന്ന കള്ള വാർത്ത. യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാജേഷ് മുഖ്യമന്ത്രിയെ വിളിക്കുകയായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഇല്ലായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി വന്നപ്പോൾ PA കണക്ട് ചെയ്ത് കൊടുത്ത് സംസാരിക്കുകയും ചെയ്തു. അതിന് പകരമാണ് മുഖ്യമന്ത്രി രാജേഷിനെ വിളിച്ചു അഭിനന്ദനം അറിയിച്ചു എന്ന പച്ചക്കള്ളം ഇന്ന് വിളമ്പിയത്. തീർച്ചയായും വി രാജേഷ് രാവിലെ ഈ അതായത് മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. അതായത് മുഖ്യമന്ത്രി തന്നെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം അപ്പോൾ തന്നെ മുഖ്യമന്ത്രി വി രാജേഷിനെ ഫോണിൽ വിളിച്ചു അഭിനന്ദിച്ചു എന്നുള്ള വാർത്ത ആ രീതിയിലാണ് വാർത്ത പ്രചരിച്ചത്. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്തരത്തിൽ ഒരു വിശദീകരണം ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി അടുത്തില്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാം എന്നാണ് PA അറിയിച്ചത് എന്നുള്ള കാര്യം അതിൽ നിന്നും വ്യക്തമാണ്. അതിനുശേഷം PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിൽ വന്ന് കാണാമെന്നും വി രാജേഷ് മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു. ആവട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അതൊരു മര്യാദയുടെ ഭാഗമല്ലേ ഷീജ? ഇപ്പോൾ വി രാജേഷ് വിളിക്കുന്നു, ഞാൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്, മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പിന്നീട് കാണാം എന്ന് പറയുമ്പോൾ ആവട്ടെ എന്ന് പറയുന്നത് ഒരു മര്യാദയുടെ ഭാഗമല്ലേ? അതല്ലാതെ അതിനെ അഭിനന്ദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്നതിന് പുറകിലെ മര്യാദകളല്ലേ നമ്മളിവിടെ കാണുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരാൾ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുമ്പോൾ അതിപ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാണ് എന്നുള്ളതല്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സ്വാഭാവികമായും ആ ടെലിഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ മേയറായി ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ളൊരു തീർച്ചയായും അതിനുള്ളൊരു അഭിനന്ദനം അറിയിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു സംഭാഷണം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതും വി രാജേഷാണ് 2 തവണ അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ PA ബന്ധപ്പെടുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിലാണ് പുറത്തേക്ക് വാർത്ത പ്രചരിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തലക്കെട്ട് ഞാൻ വായിക്കാം ഷീജ, ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ തലക്കെട്ട് ഞാൻ വായിക്കാം. ഹലോ രാജേഷേ, പിണറായി വിജയനാണ്, നിയുക്ത മേയറെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി എന്നൊരു തലക്കെട്ട് കൊടുക്കുകയാണ്. മിനിറ്റുകൾക്കപ്പുറം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഹെഡ്ലൈൻ വന്ന ഉടനെ വ്യാപകമായി ചീത്തവിളി പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് അത് തിരുത്തുന്നത് എങ്ങനെയാണ്? ഹലോ രാജേഷാണേ, മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു നിയുക്ത മേയർ എന്ന് തിരുത്തുകയാണ്. അപ്പോൾ ആദ്യം വാർത്ത കൊടുത്തു, അത് എങ്ങനെയാണ്, എവിടെ നിന്ന് ചോദിച്ചിട്ടാണ് മുഖ്യമന്ത്രി വിളിച്ചോ എന്നറിയാതെ പോലും അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത്. രണ്ടാമത് സത്യം അറിയുമ്പോൾ അത് തിരുത്തുകയും ചെയ്യുന്നു. ഇത് കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം സംഭവിക്കുന്നു ഷീജ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത്, അതായത് ഈ വി രാജേഷ് പറയുന്ന ഭാഗം മാത്രം കേട്ടുകൊണ്ട് വാർത്ത നൽകി എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ഘട്ടത്തിലും ഈ വാർത്ത നൽകിയവർ ആരും തന്നെ ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു നടപടി അത് ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു ഫോൺ കോൾ മുഖ്യമന്ത്രിക്കാണോ വന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങോട്ടാണോ വിളിച്ചത്, എന്താണ് അതിൽ ഉള്ളൊരു വസ്തുത എന്നത് സംബന്ധിച്ച് അതിന്റെ വസ്തുത പരിശോധിക്കാതെയാണ് ഈ വാർത്ത നൽകിയത്. വൺ സൈഡഡായി നൽകിയ ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഒരു വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്തരത്തിലൊരു എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഉള്ളൊരു വിശദീകരണം അടക്കം ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു വിശദീകരണം ഇറക്കിയ പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു മാധ്യമങ്ങൾ അത് തിരുത്താൻ തയ്യാറായത് എന്നുള്ളതും എടുത്തു പറയുന്നത് നാട്ടിൽ മാത്രമാണ് കേട്ടോ ഷീജ ഇങ്ങനെ ഒരു മോശം രീതിയിലുള്ള മാധ്യമ സമീപനം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കൂ, അവിടെ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ? അതായത് BJP നേതാവിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നു എന്നൊരു നരേറ്റീവ് കൊണ്ടുവന്ന് ആ രീതിയിൽ CPIM-നെയും LDF-നെയും കോർണർ ചെയ്യുക എന്നത് തന്നെയാണല്ലോ ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എതിർ രാഷ്ട്രീയ പാർട്ടികൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട ഇടപെടലുകൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയാണ് ഷീജ.
തീർച്ചയായും ആ രീതിയിൽ, അതായത് ഈ മുഖ്യമന്ത്രി ഒരു BJP-യുടെ അല്ലെങ്കിൽ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിയെ അങ്ങോട്ട് വിളിച്ച്, അതും ഒരു BJP-യുടെ പ്രവർത്തകനെ അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന തരത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അത് തന്നെയായിരുന്നു ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ആ രീതിയിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെയും VV രാജേഷിന്റെയും പടമൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ അതിനെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് പലരും അതിനെ ഉപയോഗിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് തന്നെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിന്റെ വസ്തുതകൾ പരിശോധിക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു വാർത്ത, അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നും അവർക്ക് ഇപ്പോൾ പിന്നോട്ട് പോകേണ്ടി വന്നത്. വെറുതെ അല്ല ഷീജ നാട്ടുകാർ മാപ്രാന്ന് വിളിക്കുന്നത്, വെറുതെ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല.